ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പാവം ഷാബാസിൻ്റെ കൊലക്കേസിനെ കുറിച്ചാണ്. മറ്റ് പല ജില്ലകളിലും ഇതുപോലുള്ള കേസുകൾ വരുമ്പോൾ നമ്മളത് സാധാരണമായിട്ട് എടുത്തുള്ളൂ. പക്ഷേ ഇത് നമ്മുടെ സ്വന്തം കേരളത്തിൽ നടന്നെന്ന് അറിയുമ്പോഴാണ് നമുക്ക് സങ്കടകരമായ കാര്യം. കുറച്ച് ദിവസം മുമ്പ് ഒരു പഞ്ചാബിക്കാരൻ ലിറ്ററസിയുടെ പേരും പറഞ്ഞ് നമ്മളെയൊക്കെ കളിയാക്കിയപ്പോൾ നമ്മൾ കേരളം ഒന്നാകെ നിന്നിട്ട് കേരളം എന്താണെന്ന് കാണിച്ചു കൊടുത്താണ്. അതേ കേരളത്തിലാണ് ഇങ്ങനെയുള്ളൊരു കാര്യം നടന്നത്, അതും 10ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ. ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ കൊലയാളികൾക്ക് 10ാം ക്ലാസ് എക്സാം എഴുതാനുള്ള സജ്ജീകരണം ചെയ്തു കൊടുക്കണം നമ്മുടെ കേരളത്തിലെ നിയമത്തിന് അത്രയും ഇതുണ്ട്. അതായത് ഒരു കോപ്പി അടിച്ചാൽ, എക്സാമിൻ്റെ അടിയിൽ ഒരു കോപ്പി അടിച്ചാൽ ബിറ്റ് വെച്ചാൽ ഡീബാർ ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ കൊലപാതകം ചെയ്ത് കഴിഞ്ഞാൽ അവനിക്ക് എക്സാം എഴുതാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളൊക്കെ 10ാം ക്ലാസ് പഠിച്ചിരുന്ന സമയത്തും തല്ലുപിടികളും അടിപിടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇത്രയും മാരകമായ ഒരു അവസ്ഥയിലേക്ക് ആരും കൊണ്ടുപോയിട്ടില്ല. കാരണം നമ്മൾക്ക് ടീച്ചർമാരെയും പ്രിൻസിപ്പലിനെയൊക്കെ പേടിയായിരുന്നു, നമ്മുടെ മാതാപിതാക്കളെല്ലാവരെയും നമുക്ക് പേടിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആരെയും പേടിയില്ല. അതാണ് ഇത്രയും പ്രശ്നത്തിലേക്ക് പോകാനുള്ള കാരണം. ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് പിന്നെ കുറേ ആൾക്കാർ ഇനി ടീച്ചർമാരെയിൽ ചൂരൽ കൊടുക്കണം, വടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഈ പ്രായത്തിലുള്ളവർക്ക് ചൂരൽ കാണിച്ച് പേടിപ്പിച്ചിട്ടോ ഒന്നും നമ്മളുടെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. നമ്മൾ വടിയെടുത്ത് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ തന്നെ വടിയെടുത്ത് പഠിപ്പിക്കണം. മാതാപിതാക്കളെയോ അധ്യാപകരെയോ ആരെയെങ്കിലും ഒരാളെയെങ്കിലും കുട്ടികൾക്ക് പേടിയുണ്ടെങ്കിലാണ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പോകാതിരിക്കുള്ളൂ. കൂടാതെ അതായത് വഴക്കിനിടയിൽ നടന്ന സാധാരണമായ ഒരു പ്രശ്നമല്ല, ഇത് അവർ കരുതിക്കൂട്ടി തന്നെ ചെയ്തതാണ്. കാര്യം ഞാൻ പറയാൻ കാരണം, ഒരു വാട്സപ്പ് വോയിസ് നോട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിലൊരു കൊലയാളിയെന്ന് തന്നെ പറയണം. അവരൊന്നും വിദ്യാർത്ഥികളെന്ന് പറയാൻ പറ്റില്ല, കുട്ടികളൊന്നും പറയാൻ പറ്റില്ല. അവരൊക്കെ കൊലയാളികളാണ്. അപ്പോൾ നമ്മളവരെ കൊലയാളികളെന്ന് തന്നെ പറയണം. കാരണം അവരുടെ ഒരു വോയിസ് നോട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് അവനെ എന്തായാലും കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുന്നു പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് നോട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് യാദൃശ്ചികമായി നടന്നൊരു കാര്യമേ അല്ല. ഈ നഞ്ചക്ക് പോലുള്ള മാരകായുധങ്ങൾ സ്കൂളിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതൊരു കളിപ്പാട്ടമായിട്ടില്ലല്ലോ, എന്തായാലും ഉപദ്രവിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് അവർ കൊണ്ടുവന്ന് ആക്രമിച്ചിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോഴാണ് വക്കീൽ വേഷത്തിൽ നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞൊരു ഡയലോഗ് ഓർമ്മ വരുന്നത്. ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യന്മാരുള്ള നമ്മുടെ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ഒരു പട്ടിയും വരില്ല എന്നുള്ള വിശ്വാസമുള്ള രാജ്യം. ഈ കേസിൽ ഷാബാസിന് നീതി കിട്ടുന്നവരെ നമ്മൾ മലയാളികളെല്ലാവരും ഒന്നിച്ച് തന്നെ നിൽക്കണം. കുറ്റം ചെയ്തവരാരായാലും അത് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അത് ഉള്ളവൻ്റെ വീട്ടിലുള്ളവനാലും ശരി, ഇല്ലാത്തവൻ്റെ വീട്ടിലുള്ളവനാലും ശരി.